രാജ്യത്തിന്റെ മിക്ക ഗവർണറേറ്റുകളിലും ആകാശം മേഘാവൃതമായിരിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അമറാത്ത് ബോഷർ പർവ്വതപാതയിൽ ഉയര നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുവാൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇൻകാസ് ഒമാൻ ലേബർ ക്യാമ്പിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ആകാശം മേഘാവൃതമായിരിക്കുമെന്നും വടക്കൻ ഗവർണറേറ്റുകളിലും അറേബ്യൻ കടൽ തീരത്തിന്റെ ചില ഭാഗങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ദാഹിറ, ബുറൈമി, വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലാണ് ഒറ്റപ്പെട്ട മഴ പ്രതീക്ഷിക്കുന്നത്. തെക്കൻ ഷർക്കിയ, അൽവുസ്ത, ദോഫാർ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിൽ രാത്രി വൈകിയും പുലർച്ചെയും താഴ്ന്ന മേഘങ്ങളും മൂടൽമഞ്ഞും രൂപപ്പെടുവാനും സാധ്യതയുണ്ട്. മരുഭൂമികളിലും തുറന്ന പ്രദേശങ്ങളിലും കാറ്റ് കാരണം പൊടി ഉയരുകയും ചെയ്തേക്കും. പൊടി, മൂടൽമഞ്ഞ്, മഴ എന്നിവ കാരണം ദൃശ്യപരത കുറയുവാൻ സാധ്യതയുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അമറാത്ത് ബോഷർ പർവ്വതപാതയിൽ ഉയര നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിക്കുവാൻ മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒരുങ്ങുന്നു. 4 വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും ബോർഡുകൾ സ്ഥാപിക്കുക. ഇതിനായി കരാറുകാരിൽ നിന്നും മുനിസിപ്പാലിറ്റി ബിഡുകൾ ക്ഷണിച്ചു. പർവ്വതപാതയിൽ പതിവായി വലിയ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഹെവി ഡ്യൂട്ടി ട്രക്കുകൾ ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. അതിനാൽ അമറാത്ത് ബോഷർ വിലായത്തുകളെ ബന്ധിപ്പിച്ച് തുരങ്കപാത പോലുള്ള ഒരു സ്ഥിരം പരിഹാരത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നു. തുരങ്ക പദ്ധതിക്കായി ഈ വർഷം അനുബന്ധ ടെൻഡറുകൾ പ്രഖ്യാപിക്കും. 2.6 കിലോമീറ്റർ ആയിരിക്കും തുരങ്കപാതയുടെ നീളം. തലസ്ഥാനത്തെ ഗതാഗത കുരുക്കഴിക്കുന്നതിനും പാത ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാല വ്യവസായ മേഖലയിലെ ലേബർ ക്യാമ്പിൽ ഇൻകാസ് ഒമാൻ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ 400-ലധികം തൊഴിലാളികൾ പങ്കെടുത്തു. സാമൂഹിക സേവനത്തോടുള്ള പ്രതിബദ്ധതയും കരുണയും വിളിച്ചോതിയ ഇൻകാസിന്റെ ഇഫ്താർ സംഗമം പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയസ്പർശിയായ അനുഭവമായി മാറി. പരിപാടിയുടെ മുഖ്യാതിഥിയായി എത്തിയ കേരള യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനു താജ് ഇൻകാസ് സംഘടനയുടെ മഹത്തായ സേവനത്തെ പ്രശംസിച്ചു. ഈ വർഷം തൊഴിലാളികൾക്കായി ഇഫ്താർ ഒരുക്കിയത് അവരോടുള്ള ആദരവും സ്നേഹവും പിന്തുണയും അറിയിക്കാനാണെന്ന് ഇൻകാസ് പ്രസിഡന്റ് അനീഷ് കടവിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഉദ്ഘാടകനായ സിദ്ദിഖ് ഹസൻ നാടിന്റെ വികസനത്തിനായി അക്ഷീണം അധ്വാനിക്കുന്ന പ്രവാസി തൊഴിലാളികളെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞു. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ നിന്നുള്ള പ്രത്യേക അതിഥികളുടെ സാന്നിധ്യം പരിപാടിയുടെ മാറ്റുകൂട്ടി. ജനറൽ സെക്രട്ടറി ജിജോ കടന്തോട്ട് സ്വാഗതവും ട്രഷറർ സതീഷ് പട്ടുവും നന്ദിയും പറഞ്ഞു. കോർഡിനേറ്റർമാരായ മനാഫ്, റാഫി ചക്കര, കുര്യോക്കോസ് മളിയക്കൽ എന്നിവർ പരിപാടിയുടെ ഏകോപനം കൈകാര്യം ചെയ്തു. SNDP ഒമാൻ യൂണിയൻ ജനകീയ ഇഫ്താർ സംഘടിപ്പിച്ചു. മെബേല ഗൾഫ് കോളേജ് അങ്കണത്തിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ ഒമാനിലെ വിവിധ മത, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. ഒമാൻ യൂണിയൻ കൺവീനർ രാജേഷ് സ്വാഗതം ആശംസിച്ചു. ഒമാൻ യൂണിയൻ ചെയർമാൻ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റമദാൻ നോമ്പ് വ്രതം വന്നാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ജലപാനമില്ലാതെ നോമ്പ് അനുഷ്ഠിക്കുക എന്നതിലുപരി അതൊരു ആത്മസമർപ്പണമാണെന്നും ആത്യന്തികമായ മനുഷ്യ സേവനവും അനുകമ്പയും പങ്കുവെക്കലുമാണ് പ്രവാചക സന്ദേശമെന്നും അതിലൂടെ എല്ലാവരും വിശുദ്ധി കൈവരിക്കുമെന്നും അതുപോലെ SNDP നടത്തുന്ന ഇതുപോലുള്ള ഓരോ സംഗമങ്ങളും ജാതി മത ഭേദമന്യേ ഒത്തൊരുമിച്ച് കൂടുന്നതിലൂടെ നൽകുന്ന മാനവികതയുടെ സന്ദേശം വലുതാണെന്നും വിവിധ കക്ഷി നേതാക്കൾ തങ്ങളുടെ റമദാൻ ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു. മലകയറ്റത്തിനിടെ വീണ് പരിക്കേറ്റ സ്ത്രീയെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തി. ദാഹിറ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിലെ ജബൽ ഷംസിലാണ് സംഭവം. ഹൈക്കിംഗ് പരിശീലിക്കുന്നതിനിടെ വീണ ഇവരെ പോലീസ് ഏവിയേഷനുമായി സഹകരിച്ചാണ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷപ്പെടുത്തിയത്. ഔദ്യോഗിക പ്ലാറ്റ്ഫോമിനോട് സാമ്യം തോന്നുന്ന രീതിയിൽ വ്യാജ വെബ്സൈറ്റ് നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജമായി നിർമ്മിച്ച വെബ്സൈറ്റിലൂടെ ഇരകളുടെ ബാങ്കിംഗ് വിവരങ്ങളും മറ്റും ശേഖരിച്ചായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇങ്ങനെ ശേഖരിച്ച തുകകൾ എക്സ്ചേഞ്ച് ഓഫീസുകളുടെയും ഡിജിറ്റൽ കറൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ആയിരുന്നു കൈമാറിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.